ഡാനിയൽ ഡുബോവ് ഒരു കിടിലൻ ചെസ് അറ്റാക്കിംഗ് ജീനിയസ് തന്നെ. അത് ഈ ഗെയിം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത്യുഗ്രൻ കിടിലൻ സാക്രിഫൈസുകൾ നിറഞ്ഞ ഗെയിമാണ്. ഇവിടെ വൈറ്റ് കളിക്കുന്നത് ഡാനിയൽ ഡുബോവും ബ്ലാക്ക് കളിക്കുന്നത് ഫേമസ് ഗ്രാൻഡ് മാസ്റ്റർ സർജി കർജാക്കിനാണ്. ഡാനിയൽ ഡുബോവ് തുടങ്ങുന്നത് പോൺ E4 വെച്ചിട്ടാണ്. ബ്ലാക്ക് E5 കളിക്കുന്നു. നൈറ്റ് F3, നൈറ്റ് C6, ബിഷപ്പ് C4, ബിഷപ്പ് C5. അപ്പോൾ ഇത് ജേക്കബിയാനോ ഗെയിമാണ്. C3 അപ്പോൾ ത്രട്ടൺ ചെയ്യുന്നത് D4 പുഷ് ചെയ്ത് സെൻറ്ററിൽ മാക്സിമം കൺട്രോൾ ഗ്രാബ് ചെയ്യാനാണ്. നൈറ്റ് F6, D4 കളിച്ച് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. പോൺ വെച്ച് വെട്ടുന്നു. ഇവിടുത്തെ നോർമൽ നീക്കം പോൺ വെച്ച് ഇവിടെ ഈ പോണിനെ തിരിച്ചു വെട്ടുക എന്നുള്ളതാണ്. ഇവിടെ പോൺ B4 കളിച്ചിട്ട് ഈ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇത് ജേക്കബിയാനോയുടെ സെൻറ്റർ അറ്റാക്ക് ഡുബോവ് ഗാംബിറ്റ് എന്നാണ് ഇതിന് പറയുന്നത്. ബിഷപ്പിനെ B6 കളിക്കുന്നു. പോൺ E5 കളിച്ചിട്ട് ഈ ഒരു നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. നൈറ്റ് E4 കളിക്കുന്നു. ബിഷപ്പ് D5 കളിച്ചാൽ നൈറ്റിനെ അങ്ങ് അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പോൾ നൈറ്റ് വെച്ച് ഈ പോണിനെ വെട്ടിയെടുക്കുന്നു. ഇപ്പോൾ ക്യൂനിലേക്ക് നൈറ്റിലേക്ക് ഒരേ സമയം അറ്റാക്കാണ്. നൈറ്റ് വെച്ച് വെട്ടുന്നു, പോൺ വെച്ച് തിരികെ വെട്ടുന്നു. ബിഷപ്പ് G5 ഇവിടെ നേരെ ഈ ക്യൂനിലേക്കാണ് ഇവിടെ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു പക്ഷേ F6 പോലത്തെ മൂവൊക്കെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ബിഷപ്പ് H4 പോവും. ഇവിടെ ബിഷപ്പ് നല്ല ലോങ് ആയിട്ടുള്ള ഡയഗണലിൽ കൺട്രോൾ ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ കാര്യമില്ല. F6 ഒരു വീക്ക്നെസ് ആയി പോകും ഭാവിയിൽ. അപ്പോൾ F6 പകരം ഇവിടെ നൈറ്റിനെ ഇവിടെ E7 കളിക്കുന്നത്. ഓക്കെ, ഇവിടെ ഡുബോവ് ജസ്റ്റ് ക്യാൻസൽ ചെയ്യുവാണ്. കർജാക്കിൻ H6 കളിച്ചാൽ ബിഷപ്പിനെ ഓടിച്ചു വിടാൻ നോക്കുന്നു. ഡുബോവ് അതേ ഡയഗണലിൽ നിലനിർത്തിക്കൊണ്ട് ആ പിൻ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. ക്യാൻസൽ ചെയ്യുന്നു. റൂക്കിനെ E1 കളിക്കുന്നു. ക്യൂനെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഡയഗണലിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് ഇവിടെ സർജി കർജാക്കിൻ. ബിഷപ്പ് ഇവിടെ നിന്ന് മാറി നിൽക്കുന്നു. കാരണം ഇവിടെ നിന്ന് മാറി നിന്നില്ലെങ്കിൽ ഇപ്പോൾ ആ പിൻ മാറിയതോടെ ഈ ഒരു നൈറ്റിന് മൂവ് ചെയ്യാൻ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് ആ ബിഷപ്പ് അവിടെ നിന്ന് മാറി നിന്നിട്ട് ഈ ലോങ് ഡയഗണൽ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. ബിഷപ്പുകളാണ് ഈ ഗെയിമിൻ്റെ മെയിൻ കീ തന്നെ. A5 കളിക്കുകയാണ്. ഇവിടെ തുടങ്ങുന്നു ആദ്യത്തെ മാസ്റ്റർ പീസ്. ദുബോവിൻ്റെ മാസ്റ്റർ പീസ് തുടങ്ങുന്ന ഈ ഒരു മൂവിന് ശേഷമാണ്. A4 ശേഷം ബിഷപ്പിനെ F6 കളിച്ച് സാക്രിഫൈസ് ചെയ്യണം. അപ്പോൾ ഇവിടെ നിങ്ങളാണെങ്കിൽ എന്താ കളിക്കുക? ഓക്കെ, ഇവിടുത്തെ പോസിബിലിറ്റീസ് നോക്കാം. ഇവിടെ ഗെയിമിൽ A4 കളിക്കുന്നത്. എന്തുകൊണ്ട് പോൺ വെച്ച് ഈ ബിഷപ്പിനെ വെട്ടിയെടുത്തില്ല? പോൺ വെച്ച് ബിഷപ്പിനെ വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ പോൺ വെച്ച് തിരികെ വെട്ടും. പിന്നെ ഈ നൈറ്റിന് ഇവിടെ അനങ്ങാൻ പറ്റില്ല. ഈ റൂക്കും ക്യൂനിലും നേരെയുള്ള ഈ ഒരു ഫയൽ കണ്ടാൽ മതി. നൈറ്റിന് അനങ്ങാൻ പറ്റില്ല, ആ നൈറ്റിനെ നേടുകയും ചെയ്യും. അപ്പോൾ ഇത് നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള അറ്റാക്കിംഗ് ആൻഡ് വിന്നിങ് പൊസിഷനാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നേരിട്ട് ബിഷപ്പിനെ എടുത്തു കഴിഞ്ഞാൽ. അതുകൊണ്ട് പോൺ A4 കളിച്ച് ഈ ബിഷപ്പിലേക്ക് അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഡുബോവ് എന്താണ് ചെയ്യേണ്ടത്? ഈ ബിഷപ്പിനെ എവിടെ കൊണ്ട് ഇടും? ഡുബോവ് കളിക്കുന്നത് ബിഷപ്പിനെ ജസ്റ്റ് C4 മൂവ് ചെയ്യുന്നു. ഇവിടേക്കൊക്കെ മൂവ് ചെയ്യുന്നതിന് പകരം ഇവിടേക്ക് ഒന്ന് ഇതേ പ്രഷർ നിലനിർത്താൻ നോക്കുകയാണ്. നൈറ്റിനെ ഇവിടെ G6 കളിക്കണം. നേരത്തെ കണ്ടപോലെ തന്നെ ഇപ്പോഴും ഇതിനെ വെട്ടാൻ പറ്റില്ല. കാരണം നേരത്തെ കണ്ടപോലെ തന്നെ ഈ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ അതിനെ ഇപ്പോഴും വെട്ടിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നൈറ്റിനെ G6 കളിക്കുന്നു. ഇവിടെ ഡുബോവ് ക്യൂൺ D3 കളിക്കുന്നു. ഇതിൻ്റെ ത്രെട്ട് ക്യൂൺ വെച്ച് ഈ നൈറ്റിനെ വെട്ടിയെടുക്കുക. ഒരു റാൻഡം മൂവ് കളിച്ചു കഴിഞ്ഞാൽ, ഒരു പക്ഷേ ഇങ്ങനെ ഒരു മൂവ് കളിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് വന്നിട്ട് ഈ നൈറ്റിനെ വെട്ടിയെടുക്കാം. തിരിച്ച് വെട്ടാൻ പോലും പറ്റില്ല. കാരണം എന്താണ്? ഈ ബിഷപ്പ് ഇവിടെ ഉള്ളത് കൊണ്ട് ഈ ഒരു പിന്നുണ്ട്. അപ്പോൾ അതിനെ വെട്ടാൻ പോലും പറ്റില്ല. അപ്പോൾ ആ ഒരു ത്രെട്ടുമായിട്ടാണ് ക്യൂൺ D3 കളിക്കുന്നത്. ഈ ഒരു നൈറ്റിനെ വെട്ടിയെടുക്കുക എന്നുള്ളതോടെ ഇവിടെ പോൺ D5 കളിച്ചിട്ട് ഈ ഒരു ബിഷപ്പിൻ്റെ ഡയഗണൽ. ഓക്കെ, ഇനിയിപ്പോൾ പോൺ D5 കളിച്ചതിന് ശേഷം ഇനി ഇങ്ങനെ വെട്ടാൻ പറ്റില്ല. കാരണം എന്താണ്? ഇവിടെ ജസ്റ്റ് വെട്ടിയെടുത്താൽ മതി. കാരണം ഇവിടെ ബിഷപ്പ് ഇവിടെ ബ്ലോക്ക്ഡ് അല്ല. അപ്പോൾ അതുകൊണ്ടാണ് പോൺ D5 കളിക്കുന്നത്. D5 കളിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് കളിക്കും? ഈ ഒരു പൊസിഷനിൽ ആദ്യം തന്നെ ഡുബോവ് ജസ്റ്റ് N% വഴി വെട്ടി റൂക്ക് നേരെ ക്യൂനിലേക്ക് അറ്റാക്ക് ചെയ്യണം. ജസ്റ്റ് ബിഷപ്പ് E6 വരുന്നു. ഇവിടെ നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്യാനുള്ള അവസരമാണ്. നിങ്ങളാണ് ഡുബോവിൻ്റെ ഷൂസിലെങ്കിൽ നിങ്ങൾ എന്ത് മൂവ് കളിക്കും? ഓക്കെ, ഇപ്പോൾ ക്യൂൻ G6 നേരിട്ട് വർക്ക് ചെയ്യുമോ? കാരണം ഈ ബിഷപ്പും ഇവിടെ ക്യൂനും ഈ പോണും എല്ലാം ഇവിടെ ഇരിക്കണല്ലേ. വേറെ എന്താണ് ഇവിടെ ചെയ്യാൻ പറ്റുക? ഈ നൈറ്റിന് ഒരു പക്ഷേ ഇങ്ങനെ നല്ലൊരു അറ്റാക്കിംഗ് സ്ക്വയറിലേക്ക് കൊണ്ടുവരുമോ? അതേ റൂക്കുകളെ കണക്ട് ചെയ്യുമോ? എങ്ങനെയാണ് ഇവിടെ ഒരു വിന്നിങ് പൊസിഷൻ ഇവിടെ ഡുബോവിന് കിട്ടാൻ പറ്റുക? നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്തിട്ട് ചിന്തിച്ച് നോക്കാവുന്നതാണ് ഇതിനെപ്പറ്റി. ഓക്കെ, ഡുബോവ് കളിക്കുന്ന ആ മാസ്മരികമായ മൂവ് ക്വീൻ ടേക്സ് G6, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യൂൻ സാക്രിഫൈസ്. അപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിൽ ഇവിടെ നേരെ ചെക്ക്മേറ്റ് ചെയ്യാനുള്ള ത്രെട്ട് ഉണ്ട്. അപ്പോൾ വേറെ നിവർത്തിയൊന്നുമില്ല. വെട്ടിയെടുത്തേ പറ്റൂ. വെട്ടിയെടുക്കുന്നു. ഇവിടെ ഇനി ബിഷപ്പ് വെച്ചെടുക്കാം.
റൂക്ക് വെച്ചെടുക്കാം. ബിഷപ്പ് വെച്ചെടുത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് മാറുന്നേ ഉള്ളൂ. റൂക്ക് വെച്ചാണ് നമ്മൾ ഡുബോവ് എടുക്കുന്നത്. ഇവിടെ എന്താണ് ഇപ്പോൾ ചെയ്യാൻ പറ്റുക? ഇവിടെ ക്യൂവിന് പോകാൻ പറ്റിയ സ്ക്വയറുകൾ നമുക്ക് നോക്കാം. ഒന്നെങ്കിൽ ഇവിടെയൊക്കെ നിൽക്കാം, അല്ലെങ്കിൽ ഇവിടേക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടേക്ക് മൂവ് ചെയ്യാം. ഇവിടേക്ക് പോയാൽ നേരെ വീഴും. ഓക്കെ, ഗെയിമിൽ ഇവിടേക്കാണ് മൂവ് ചെയ്തത്. ഇനി ഇവിടേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കും, ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ബിഷപ്പ് വെച്ചൊരു ചെക്ക് വരികയും ചെയ്യും, ഇവിടെ ക്യൂവിനെ നേരെ നേടുകയും ചെയ്യും. ഇവിടെ എന്തായാലും ഇവിടെ വൈറ്റ് വിന്നിങ് ആകുമ്പോൾ വൈറ്റിന് വിന്നിങ് അറ്റാക്ക് ആവണം. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ ഒരു മൂവിന് ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ. ഇനി ക്വീനെ C8 കളിച്ചു കഴിഞ്ഞാലോ, ഈ പൊസിഷനിൽ ഇങ്ങനെ ബിഷപ്പ് വെച്ച് വീണ്ടും ചെക്ക്. അപ്പോൾ ബ്ലോക്ക് ചെയ്യാനായിട്ട് റൂക്ക് വന്നു കഴിഞ്ഞാൽ ബിഷപ്പ് വെച്ചെടുക്കും. കിങ് മാറിക്കഴിയുമ്പോൾ D7 മൂവ് വരും. അപ്പോൾ ഇതും കംപ്ലീറ്റ്ലി വിന്നിങ് ആണ്. ഒരു പക്ഷേ ക്യൂവിന് ഇവിടേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നൈറ്റും കൂടെ ഇവിടെ വരും. ഇനി എല്ലാ പീസുകളും നോക്കുക, ഈ നൈറ്റ്, 2 ബിഷപ്പ്, റൂക്ക് എല്ലാം കൂടെ G6 വരുവാണ്. എല്ലാം കൂടെ പിടിച്ചു കിട്ടാൻ ഇവിടെ ബ്ലാക്കിന് വളരെയധികം പ്രയാസമാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ മൂവ് നടക്കില്ല. അപ്പോൾ അതുകൊണ്ടെല്ലാം തന്നെ ക്യൂൻ F7 വന്നു. ഈ ഒരു ബിഷപ്പിൻ്റെ പവർ തൽക്കാലം ന്യൂട്രലൈസ് ചെയ്യാനാണ്. പക്ഷെ ഒന്നും വർക്ക് ചെയ്യുന്നില്ല. ബിഷപ്പ് ജസ്റ്റ് തിരികെ പോവാണ്. ബിഷപ്പിന് തൽക്കാലം അറ്റാക്കിംഗ് ലൈനിലോട്ട് അങ്ങ് മാറ്റി. എന്നിട്ട് ഇതേ ത്രെട്ടുകൾ, ഇതേപോലത്തെ ഡിസ്കവേർഡ് അറ്റാക്കുകൾ ഇതുപോലെ തന്നെ ത്രെട്ടൻ ചെയ്യുകയാണ്. ഒരു പക്ഷേ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് ബിഷപ്പിനെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യാം, ഇങ്ങനെ ചെക്കിലേക്ക് പോവുകയും ചെയ്യാം. കിങ് അതുകൊണ്ട് ആ ഡേഞ്ചറസ് ഡാങ്കിളിൽ നിന്ന് മാറുവാണ്. റൂക്ക് E4 നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇപ്പോൾ ബിഷപ്പ് ക്യൂനിലേക്ക് അറ്റാക്ക് ചെയ്യുന്നു, റൂക്ക് പ്രൊട്ടക്ട് ചെയ്തിട്ടുമുണ്ട്. ക്യൂൻ ഇവിടെ റൂക്കിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. ജസ്റ്റ് റൂക്ക് E7 കളിക്കുന്നു. അപ്പോൾ G7 പോണിലേക്കാണ് അറ്റാക്ക്. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യണം? ഇവിടെ ബ്ലാക്ക് റൂക്ക് G8 കളിക്കുകയാണ്. ഓക്കെ, ഇവിടെ കളിച്ച് കഴിയുമ്പോൾ ആ റൂക്കിനെ അവിടെ പോകും. കാരണം വേറൊരു രീതിയിൽ ഇതിന് ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ വേറെ എന്തെങ്കിലും റാൻഡം മൂവ് കളിച്ചു കഴിഞ്ഞാലും ഇത് തന്നെ സംഭവിക്കും. ഒരു പക്ഷേ ജസ്റ്റ് ഈ പോൺ വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ തന്നെ ബിഷപ്പിൻ്റെ G7 ചെക്ക് വരും. കിങ് H7 ശേഷം ഇതെന്തായാലും വീഴുവന്നെ വിത്ത് ചെക്കും കൂടെയാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റൂക്ക് G8 കളിക്കുകയാണ്. അപ്പോൾ അത് കളിച്ചാലും ഇല്ലെങ്കിലും ആ റൂക്കിലേക്കുള്ള പ്രശ്നമുണ്ട്. അതുകൊണ്ട് എന്തായാലും വെട്ടിയെടുത്തു, റൂക്ക് വെച്ച് വെട്ടി. ഇനി പോൺ വെച്ച് വെട്ടിയെടുക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ആ പോണിൻ്റെ ഇതുമില്ല, ഇനി റൂക്കിനും കളിയിലേക്ക് വരാം. ഇനി എല്ലാം കണക്ട് ചെയ്തിട്ട് ഡുബോവിൻ്റെ പീസുകളെല്ലാം വളരെ ആക്റ്റീവാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ബിഷപ്പാണ് ദ കീ ടു ദ ഗെയിം. അപ്പോൾ ഈ ബിഷപ്പാണ് ഈ ഗെയിം തന്നെ കൺട്രോൾ ചെയ്യുന്നത്. ഇവിടെ വന്നിട്ട് ആ ബിഷപ്പിനെ എലിമിനേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. പക്ഷേ ബിഷപ്പ് ഇവിടെ വന്നിട്ട് ബിഷപ്പും റൂക്കും കൂടെ ആ പോണിനെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ബിഷപ്പ് ടേക്സ് F2 കളിക്കുന്നത്. ഇത് ബിഷപ്പ് ടേക്സ് F2 കളിക്കാം, ക്വീൻ ടേക്സ് F2 കളിക്കാം. ഏത് കളിച്ചാലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് കിങ് H1 കളിക്കും. അപ്പോൾ ഗെയിമിൽ ബിഷപ്പ് ടേക്സ് F2 ആണ്. ഇവിടെ കിങ് H1 കളിക്കുന്നു. ഇവിടെ ബിഷപ്പ് B6 കളിച്ച് വീണ്ടും ആ പോണിലേക്ക് ഒരു എടുക്കാൻ നോക്കി. പക്ഷേ കാര്യമൊന്നുമില്ല. ജസ്റ്റ് H3 കളിച്ചു. കിങ്ങിന് ഒരു എസ്കേപ്പ് സ്ക്വയർ ഉണ്ടാക്കാൻ നോക്കുകയാണ് ഡുബോവ്. കിങ് H7 കളിക്കുന്നു സർജി കർജാക്കിൻ. റൂക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ നോക്കുകയാണ്. ഇപ്പോൾ ഈ ബിഷപ്പ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ റൂക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യാവുന്നതാണ്. A3 കളിക്കുന്നത്. വേറെ ഒന്നും തന്നെ കളിക്കാനില്ല ബ്ലാക്കിന്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ മൂവ്സൊക്കെ കളിക്കുന്നത്. ഒരു പക്ഷേ ഈ പോണിനൊക്കെ എലിമിനേറ്റ് ചെയ്തിട്ട് ഇതിന് ഭാവിയിൽ വേണമെങ്കിൽ പാസറാക്കാനായിരിക്കാം. പക്ഷെ ഒന്നും ഇവിടെ സഹായിക്കുന്നില്ല. വെറുതെ കിങ് H2 വളരെ സൈലൻ്റ് ആയിട്ട് കളിക്കാം. G5 കളിക്കുകയാണ്. നൈറ്റിനെ ഇവിടെ D4 കളിച്ച് ക്യൂനിലേക്ക് അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഓക്കെ, ഇങ്ങനൊരു ബിഷപ്പ് വെച്ച് നൈറ്റിനെ എടുത്താൽ ബിഷപ്പ് വെച്ച് തിരികെ കിട്ടും. അതാണ് ഐഡിയ. പക്ഷെ അതിന് പോകുന്നില്ല. ക്യൂനിനെ C4 കളിച്ച് ഇതിലേക്ക് ഒരു ഡബിൾ അറ്റാക്ക് കൊടുക്കുകയാണ്. ഇവിടെ നൈറ്റിനെ F5 കളിക്കുന്നു. ഓക്കെ, ക്യൂൻ വെച്ച് ആ പോണിനെയൊക്കെ എടുത്തു, ശരിയാണ്. പക്ഷേ ഇവിടുത്തെ G7 നോക്കുക. ബിഷപ്പ്, നൈറ്റ്, റൂക്ക് എല്ലാം കൂടെ G7 അറ്റാക്കാണ്. എല്ലാം കൂടെ നടുക്കാൻ ഒരു നിവൃത്തിയുണ്ടോ? അതും ഇല്ലതായിരുന്നു. അപ്പോൾ റൂക്കിനെ ഇവിടെ C1 കളിക്കുന്നു. ഈ ഒരു മൂവിന് ശേഷം ക്യൂൻ ടേക്സ് B4 ശേഷം റൂക്ക് C1. ഓക്കെ, ഇനി ഇതുപോലത്തെ ഈ ഒരു ചെക്കിനൊക്കെ ശേഷം പ്രൊമോട്ട് ചെയ്യാനും ഇത് ഉപകരിക്കും. കിങ് G6 കളിക്കുന്നു. റൂക്ക് വെച്ച് ആ പോണിനെ വെട്ടി ചെക്ക് കൊടുക്കണം. അപ്പോൾ ഇവിടെ എന്താ ചെയ്യാൻ പറ്റുക? ഇവിടെ ഓക്കെ, ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആദ്യം തന്നെ ഇവിടെ ക്യൂനായിട്ട് പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ ഇതും വിന്നിങ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കിങ് വെച്ച് നൈറ്റിനെ എടുക്കാൻ പോകുന്നത്. ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാലും ജസ്റ്റ് ആ റൂക്കിനെ വെട്ടിയെടുത്താൽ മതി. ഇനി അടുത്തത് പ്രൊമോഷനുമാണ് ഇത് ചെയ്യുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? വെട്ടിയെടുക്കാമെന്നേ ഉള്ളൂ. ഇവിടെ ജസ്റ്റ് ഇവിടെ തിരിച്ച് ബിഷപ്പ് വെച്ച് വെട്ടും. അപ്പോൾ ഓൾറെഡി ഇവിടെ നല്ല വിന്നിങ് പൊസിഷൻ ഇവിടെ ഡുബോവിനുണ്ട്. ഒന്നും തന്നെ ചെയ്യാനില്ല ഇവിടെ. ഇങ്ങനെയൊക്കെ വന്ന് കളിക്കാൻ നോക്കിക്കഴിഞ്ഞാലും റൂക്ക് വെച്ചൊരു ചെക്ക് കൊടുക്കും. കിങ് വരും. റൂക്ക് വെച്ചിട്ട് ഈ ഫയൽ കൺട്രോൾ ചെയ്യണം. ഈ റൂക്ക് മൂവ് ചെയ്യാൻ തയ്യാറായിട്ട് വെക്കണം. സർജി കർജാക്കിന് വേറെ നിവർത്തിയൊന്നുമില്ല. ഇങ്ങനെയൊക്കെ വെട്ടി കളിക്കാൻ പോയാലും റൂക്ക് D4 ചെക്ക് വരും. ഓൺലി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചെക്ക് മേറ്റ്. ഈ റൂക്ക് ഇവിടെ കൺട്രോൾ ചെയ്യുന്നു, ഈ റൂക്ക് ഇവിടെ കൺട്രോൾ ചെയ്യുന്നു. ആ റൂക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ
ഈ ബിഷപ്പും. അപ്പോൾ എങ്ങനെയുണ്ട് ഗെയിം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ കാണാം.